ഹലോ മൈ ഡിയേഴ്സ്, ഇന്നത്തെ മലയാളം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. ഒരു കത്ത് ഇവിടെ തന്നിട്ടുണ്ട്. മക്കന്നൂർ 2/9/2024. പ്രിയപ്പെട്ട മാളു, നിനക്ക് സുഖമല്ലേ? ഒരു വിശേഷം പറയാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാൻ ഇന്നലെ അമ്മയോടൊപ്പം പുന്നല്ലൂരിലെ നാളം ക്ലബിൻ്റെ വാർഷികാഘോഷം കാണാൻ പോയി. നാടകം, ഒപ്പന, തിരുവാതിര, നാടൻപാട്ട്, മാർഗംകളി എന്നിങ്ങനെ ധാരാളം കലാപരിപാടികൾ കണ്ടു. അവയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരുവാതിരയാണ്. കത്തിച്ചു വച്ച നിലവിളക്കിന് ചുറ്റും കുറേ അമ്മമാരാണ് തിരുവാതിര കളിച്ചത്. തിരുവാതിര വേഷത്തിൽ അവരെ കാണാൻ എന്തു ഭംഗിയായിരുന്നെന്നോ. മുണ്ടും വേഷ്ടിയുമാണതെന്ന് അമ്മ പറഞ്ഞു തന്നു. തലയിൽ ദശപുഷ്പവും ചൂടിയിരുന്നു. തിരുവാതിരയുടെ മധുര സംഗീതം ആരുടെയും മനം കവരും. പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് കളിയുടെ വേഗം കൂടുകയും കുറയുകയും ചെയ്യും. എനിക്കും ഇത് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഇത്തവണ സ്കൂൾ വാർഷികത്തിന് നമുക്കും തിരുവാതിര കളിക്കണം. നീയും കൂടില്ലേ? സ്നേഹത്തോടെ, കുഞ്ഞാറ്റ. കത്ത് വായിച്ചല്ലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരമെഴുതൂ. ചോദ്യം 1. ക്ലബിൻ്റെ വാർഷികാഘോഷ പരിപാടികളിൽ കുഞ്ഞാറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? എ. നാടകം, ബി. തിരുവാതിര, സി. ഒപ്പന, ഡി. നാടൻപാട്ട്. ഉത്തരം ബി. തിരുവാതിര. ചോദ്യം 2. മധുര സംഗീതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? എ. ഉച്ചത്തിലുള്ള പാട്ട്, ബി. സംഘമായി പാടുന്ന പാട്ട്, സി. മധുരം കഴിച്ചുകൊണ്ട് പാടുന്ന പാട്ട്, ഡി. കേൾക്കാൻ ഇമ്പമുള്ള പാട്ട്. ഇതിലേതാണ്? കേൾക്കാൻ ഇമ്പമുള്ള പാട്ട്. ഡി. കേൾക്കാൻ ഇമ്പമുള്ള പാട്ട്. ചോദ്യം 3. മുണ്ടും വേഷ്ടിയും എന്ന് കത്തിൽ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? എ. തിരുവാതിരപ്പാട്ട്, ബി. തിരുവാതിര ചുവട്, സി. തിരുവാതിര വേഷം, ഡി. തിരുവാതിര വിളക്ക്. ഉത്തരം സി. തിരുവാതിര വേഷം. ചോദ്യം 4. തിരുവാതിരക്കളി കാണികൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എ. ഭംഗിയുള്ള വേഷം, ബി. ഇമ്പമാർന്ന പാട്ട്, സി. കൂട്ടം ചേർന്ന കളി, ഡി. ഇവയെല്ലാം. ഇതിൽ ഡി. ഇവയെല്ലാം എന്നാണ് ഉത്തരം. ഭംഗിയുള്ള വേഷമുണ്ട്, ഇമ്പമാർന്ന പാട്ടുണ്ട്, കൂട്ടം ചേർന്ന കളിയാണ്. അപ്പോൾ ഡി. ഇവയെല്ലാം എന്നാണ് ഉത്തരം എഴുതേണ്ടത്. ചോദ്യം 5. ക്ലബിൻ്റെ വാർഷികാഘോഷത്തിന് ശേഷം കുഞ്ഞാറ്റ എടുത്ത തീരുമാനം എന്ത്? എ. നാടകത്തിൽ അഭിനയിക്കണം, ബി. മാർഗംകളിയിൽ ചേരണം, സി. തിരുവാതിര കളിക്കണം, ഡി. നാടൻപാട്ട് പാടണം. ഉത്തരം സി. തിരുവാതിര കളിക്കണം. പ്രവർത്തനം 2. നിയമാവലി തയ്യാറാക്കാം. ഇവിടെ ഒരു കളി കൊടുത്തിട്ടുണ്ട്. പഴമെറിയൽ മത്സരം. നിയമാവലി. ഒരു സമയം ഒരാൾ മാത്രമാണ് മത്സരിക്കുന്നത്. 5 മിനിറ്റാണ് മത്സര സമയം. അടയാളപ്പെടുത്തിയിട്ടുള്ള വരയിൽ നിന്നാണ് പഴം കൂടയിലേക്ക് എറിയേണ്ടത്. ഒരു തവണ ഒരു പഴം മാത്രമേ എറിയാവൂ. കൂടുതൽ പഴങ്ങൾ കൂടയ്ക്കകത്ത് എറിഞ്ഞു വീഴ്ത്തുന്ന ആളാണ് വിജയി. മുത്തുമലക്കാട്ടിലെ പഴമെറിയൽ മത്സരത്തിൻ്റെ നിയമാവലി വായിച്ചല്ലോ. ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കളിയുടെ നിയമാവലി തയ്യാറാക്കൂ. കസേരക്കളി. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രിയങ്കരമായ ഒരു വിനോദ മത്സരമാണ് കസേരക്കളി. ഈ വിനോദത്തിന് മ്യൂസിക്കൽ ചെയർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. 10 അതിൽ കൂടുതലോ ആളുകൾക്ക് ഈ കളിയിൽ പങ്കെടുക്കാം. വൃത്താകൃതിയിൽ കസേരകൾ വയ്ക്കും. സമയം സൂചിപ്പിക്കാനായി പാട്ട് വയ്ക്കും. പാട്ട് നിയന്ത്രിക്കുന്ന ആൾ കളിക്കാരെ ശ്രദ്ധിക്കരുതെന്നാണ് വ്യവസ്ഥ. പാട്ട് ആരംഭിക്കുമ്പോൾ കളിയിൽ പങ്കെടുക്കുന്നവർ കസേരകൾക്ക് ചുറ്റുമായി മെല്ലെ ഓടാൻ തുടങ്ങുന്നു. പാട്ട് പൊടുന്നനെ നിലയ്ക്കുമ്പോൾ
കളിക്കാർ കറക്കം അവസാനിപ്പിച്ച് കസേരകളിൽ ഇരിക്കുന്നു. തൊട്ടു മുമ്പിൽ കാണുന്ന കസേരയിലാണ് ഓരോരുത്തരും ഇരിക്കേണ്ടത്. പുറകിലേക്ക് തിരിഞ്ഞ് കസേര കൈവശപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ്. കസേര കിട്ടാത്തയാൾ പുറത്തു പോകണം. ഒരു കസേര എടുത്തു മാറ്റിയ ശേഷം മത്സരം തുടരും. അങ്ങനെ ഓരോ കസേരയായി എടുത്തുമാറ്റി ഒരു കസേരയും 2 കളിക്കാരും അവശേഷിക്കുമ്പോഴാണ് മത്സരത്തിൻ്റെ അവസാന ഘട്ടം. പാട്ട് നിലയ്ക്കുമ്പോൾ അവസാനത്തെ കസേരയിൽ ഇരിക്കാൻ സന്ദർഭം ലഭിച്ച ആളെ വിജയിയായി പ്രഖ്യാപിക്കും. കളിയുടെ പേര്, നിയമാവലി ഇവിടെയാണ് എഴുതേണ്ടത്. പ്രവർത്തനം 3. ഡയറി എഴുതാം. നീലു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസവും തയ്യാറാക്കിയാണ് സ്കൂളിലേക്ക് പോയത്. മീനുവിൻ്റെ സ്കൂളിൽ അന്ന് ഭക്ഷ്യമേളയായിരുന്നു. പായസം രുചിച്ചവരെല്ലാം അവളെ അഭിനന്ദിച്ചു. അവൾക്ക് വളരെ സന്തോഷമായി. പതിവ് പോലെ അന്നും രാത്രിയിൽ അവൾ ഡയറി എഴുതാനിരുന്നു. ഭക്ഷ്യമേളയിലെ കാഴ്ചകൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. എന്തൊക്കെയാവും നീലു ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? ഒരു ഡയറി കുറിപ്പ് എഴുതൂ. ഇവിടെ എഴുതാനുള്ള സ്പേസ് ഉണ്ട്. 12/9/2024 വ്യാഴം. ഡയറി. പതിവ് പോലെ ഞാൻ എഴുന്നേറ്റു. അപ്പോഴാണ് സ്കൂളിൽ ഭക്ഷ്യമേള ഉണ്ടെന്ന കാര്യം ഓർത്തത്. അമ്മയോട് ടീച്ചർ പായസം ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിരുന്നു. അമ്മ രാവിലെ തന്നെ നല്ല സേമിയ പായസം ഉണ്ടാക്കി തന്നു. ഞാൻ സ്കൂളിൽ പോയി. അവിടെ ഭക്ഷ്യമേളയുടെ ഒരുക്കം തുടങ്ങിയിരുന്നു. നാവിൽ കൊതിയൂറുന്ന വിവിധ തരം ഭക്ഷ്യവിഭവങ്ങൾ നിരന്നു. എല്ലാവരും എൻ്റെ പായസം രുചിച്ചു. എല്ലാവർക്കും പായസം വളരെയധികം ഇഷ്ടമായി. എല്ലാവരും എന്നെ അഭിനന്ദിച്ചു. എനിക്ക് അപ്പോൾ വളരെ സന്തോഷമായി. പിന്നെ വൈകുന്നേരമായി. ബസ് വന്നു. വീട്ടിലെത്തിയപ്പോൾ ഞാൻ സ്കൂളിൽ നടന്ന സംഭവമെല്ലാം അമ്മയോട് പറഞ്ഞു. ഇത് കേട്ട് അമ്മയ്ക്കും സന്തോഷമായി. പ്രവർത്തനം 4. ക്രമത്തിൽ എഴുതാം. നീലു പിറന്നാൾ സമ്മാനമായി സ്കൂളിലെ അടുക്കളത്തോട്ടത്തിലേക്ക് കുറച്ച് പച്ചക്കറി തൈകൾ നൽകി. തൈകൾക്കൊപ്പം വയ്ക്കാൻ തയ്യാറാക്കിയ ബോർഡുകളാണ് ചുവടെ കാണുന്നത്. ബോർഡിലെ പേരുകൾ വായിക്കൂ. വഴുതന, ചീര, കുമ്പളം, മത്തൻ, വെണ്ട, തക്കാളി. ചോദ്യം 1. പച്ചക്കറി തൈകളുടെ പേരുകൾ ചുവടെയുള്ള ബോർഡുകളിലേക്ക് അക്ഷരമാലാക്രമത്തിൽ എഴുതൂ. അപ്പോൾ ഇത് അക്ഷരമാലാക്രമത്തിൽ എഴുതണം. 1 കുമ്പളം, 2 ചീര, 3 തക്കാളി, 4 മത്തൻ, 5 വഴുതന, 6 വെണ്ട. ഇങ്ങനെയാണ് അക്ഷരമാലാക്രമത്തിൽ വരിക. ചോദ്യം 2. പൗഡർ പൂശിയ സുന്ദരി ഞാൻ, കറി വച്ചാലോ വമ്പത്തി. ഈ കടങ്കഥയ്ക്ക് ഉത്തരമായി വരുന്ന പച്ചക്കറി ഏത്? എ മത്തൻ, ബി വെണ്ട, സി കുമ്പളം, ഡി വഴുതിന. എ മത്തൻ, ബി വെണ്ട, സി കുമ്പളം, ഡി വഴുതിന. ഈ ഓപ്ഷൻ നോക്കിയാൽ സി കുമ്പളമാണ് ശരി ഉത്തരം. കുമ്പളത്തിനാണ് മേലെ ഇങ്ങനെ പൗഡർ പോലെ പൊടി പോലെ ഉള്ളത്. ചോദ്യം 3. ഏതെങ്കിലും പച്ചക്കറിയുടെ പേര് ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ എഴുതൂ. ഇവിടെ സ്ഥലമുണ്ട്. ഉണ്ടപ്പെണ്ണിന് സിൽക്ക് സാരി, ഉള്ളി, അടിപാറ, നടുവടി, മീതെ കുട, ചേന. പ്രവർത്തനം 5. കണ്ടെത്താം, എഴുതാം. ഓണമെത്തി, വീടൊരുക്കണം, പൂക്കളമിടണം, സദ്യ ഉണ്ടാക്കണം. ആകെ തിരക്കിലാണ് അച്ഛനും അമ്മയും. ഞാൻ സഹായിക്കട്ടെ? നീലു ചോദിച്ചു. ആയിക്കോട്ടെ. അണ്ണാൻ കുഞ്ഞും തന്നാലായത്. അമ്മയുടെ മറുപടി കേട്ട് അച്ഛൻ പൊട്ടി ചിരിച്ചു. ഇതെവിടെയാണ് പൂക്കളിടുന്നത്? ചോദ്യം 1. അമ്മ പറഞ്ഞ പഴഞ്ചൊല്ല് ശ്രദ്ധിച്ചില്ലേ? ഏതാണ്? അണ്ണാൻ കുഞ്ഞും തന്നാലായത്. അതൊരു പഴഞ്ചൊല്ലാണ്. അതിൻ്റെ ആശയവുമായി യോജിക്കുന്ന വാക്യം കണ്ടെത്തി എഴുതൂ. എ ഒത്തുചേർന്ന് ബഹളം വയ്ക്കുക, ബി ഐക്യമുണ്ടെങ്കിൽ എന്തും നേടാം, സി ചെറിയ അധ്വാനത്തിനും വിലയുണ്ട്, ഡി കാത്തിരുന്ന അവസരം ഒത്തുവരുമ്പോൾ തടസ്സമുണ്ടാകുക. ഇതിൽ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറഞ്ഞാൽ അണ്ണാൻ കുഞ്ഞും തന്നെ കൊണ്ട് ആവുന്ന വിധം എന്നാണ് ആ ഒരു ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് അതുമായി ചേരുന്നത് ചെറിയ അധ്വാനത്തിനും വിലയുണ്ട്. ഉത്തരം ചെറിയ അധ്വാനത്തിനും വിലയുണ്ട്.
2. മൃഗങ്ങളുടെ പേരുകൾ ഉൾപ്പെടുന്ന 2 പഴഞ്ചൊല്ലുകൾ എഴുതൂ. ഇവിടെ എഴുതാം. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. 2. അടി തെറ്റിയാൽ ആനയും വീഴും. ചോദ്യം 3. അമ്മയുടെ മറുപടി കേട്ട് അച്ഛൻ പൊട്ടി ചിരിച്ചു. അടിവരയിട്ട പദക്കൂട്ട് ചേർത്ത് മറ്റൊരു വാക്യം എഴുതൂ. വേറൊന്നാണ് അവളുടെ വേഷം കണ്ട് അവൻ പൊട്ടി ചിരിച്ചു. ചോദ്യം 4. മാതാവ് എന്ന പദത്തിനു പകരം പ്രയോഗിച്ചിട്ടുള്ള വാക്ക് ഏത്? അമ്മ എന്നുള്ള വാക്കാണ് പാരഗ്രാഫിലുള്ളത്. അതുകൊണ്ട് ഉത്തരം അമ്മ. പ്രവർത്തനം 6. വായിക്കാം, വരയ്ക്കാം. മേലെ കുന്നിൻ താഴത്തു നല്ലൊരു പുഞ്ചവയലുണ്ടേ. പുഞ്ചവയലിൽ പുഞ്ചിരി തൂകും സ്വർണ്ണക്കതിരുണ്ടേ. കതിർമണി കൊത്താൻ വർണ്ണക്കിളികൾ കാത്തു നിൽപ്പുണ്ടേ. കളകളമൊഴുകും പുഴയിൽ നിറയെ പൊടിമീനുകളുണ്ടേ. പുഴയോരത്തിൽ സ്നേഹം വിളയും ചെറുവീടുകളുണ്ടേ. കവിത വായിക്കൂ. എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത് എഴുതി നോക്കൂ. പുഞ്ചവയൽ, സ്വർണ്ണക്കതിരുകൾ, വർണ്ണക്കിളികൾ, പൊടിമീനുകൾ, ചെറുവീടുകൾ, പുഴയോരം. കൂട്ടുകാർ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ചിത്രം വരയ്ക്കൂ. ചിത്രത്തിന് യോജിച്ച നിറങ്ങളും നൽകൂ. ഇവിടെ ചിത്രം വരക്കുക, ചിത്രത്തിന് നിറം നൽകുക. ചിത്രം വരക്കാൻ എല്ലാവർക്കും ഈസിയാണല്ലേ? ആ കവിതയിൽ പറഞ്ഞ ആശയങ്ങളെല്ലാം ഉൾപ്പെടുത്തി ചിത്രങ്ങൾ വരക്കാം.